ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതവിദ്വേഷ പരാമർശ കേസ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. പാതിവില തട്ടിപ്പ് കേസ് ആനന്ദകുമാറിന്റെ ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. സർക്കാരിനെതിരെ സമരം ശക്തമാക്കാൻ ആശാ വർക്കർമാർ നിയമസഭയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു. യുക്രൈനെ നാറ്റോയിൽ അംഗത്വം നൽകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. തർക്കമുണ്ടെന്ന് പറയുന്നത് മാധ്യമങ്ങൾ. വിവാദങ്ങളിൽ പ്രതികരണം മയപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിൽ കഴിയുന്ന PC ജോർജിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഉത്തരവ് നാളെ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച PC ജോർജ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി ഇതിനെ എതിർത്തു. ജാമ്യ വ്യവസ്ഥകൾ PC ജോർജ് തുടർച്ചയായി ലംഘിക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം വിചാരണയിൽ കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കാമെന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ പറഞ്ഞു. പൊതുപ്രവർത്തകനായാൽ കേസുകൾ ഉണ്ടാകും, ഇതും അതുപോലെയെന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചു. PC ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് തെളിവുണ്ടോയെന്നും മതവിദ്വേഷ പരാമർശ കേസിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യമാണെന്നും അതിനാൽ ജാമ്യം നൽകണമെന്നുമാണ് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. PC നേരത്തെ സമാന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. 30 വർഷം MLA ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. മതസൗഹാർദ്ദം തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള പ്രസ്താവനയാണിത്. മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്തിയതാണ്. ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഇതെല്ലാം പരിഗണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു. റിമാൻഡിലായതിനു പിന്നാലെ ECG വേരിയേഷനെ തുടർന്ന് PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. 48 മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. നിലവിൽ ജോർജിന്റെ ആരോഗ്യം തൃപ്തികരമെന്നാണ് അധികൃതർ അറിയിച്ചത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം 1ാം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും മാറ്റി. കേസുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്തതിനാലാണ് വാദം കേൾക്കുന്നത് മാറ്റിയത്. തുടർച്ചയായി 3ാം തവണയാണ് റിപ്പോർട്ട് ഇല്ല എന്ന കാരണത്താൽ വാദം കേൾക്കാതെ മാറ്റുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടുത്ത മാസം 4-ന് പരിഗണിക്കും. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ SP ആണ് എതിർകക്ഷി. കണ്ണൂർ സീഡ് സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൌസിൽ A മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദകുമാർ അടക്കം 7 പേരെ പ്രതികളാക്കി കേസെടുത്തത്. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, ചതി എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് 50% നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് 2,96,40,000 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. KN ആനന്ദകുമാർ 1ാം പ്രതിയും അനന്തു കൃഷ്ണൻ 2ാം പ്രതിയും തട്ടിപ്പിന് മുഖ്യ പങ്കുവഹിച്ച നാഷണൽ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന നിലയിൽ രാമചന്ദ്രൻ നായരെ 3ാം പ്രതിയുമാക്കിയാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അഭിഭാഷകർ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ 3 കേസുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിൽ നിലവിൽ തെളിവില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടിയിൽ വ്യക്തമാക്കിയത്. ഇതോടെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസെടുത്തതിൽ ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി കോടതി തീർപ്പാക്കി. മുട്ടിൽ മരമുറി കേസിൽ മുറിച്ചുകടത്തിയ മരങ്ങളിൽ പകുതിക്കും പിഴ നിശ്ചയിക്കാതെ റവന്യൂ വകുപ്പ്. മുട്ടിൽ സൗത്ത് വില്ലേജിലെ റവന്യൂ പട്ടയ ഭൂമികളിൽ നിന്ന് അനധികൃതമായി ഈട്ടിമരങ്ങൾ മുറിച്ചുകടത്തിയെന്ന കേസിലാണ് ഈ അലംഭാവം. 2020 ഒക്ടോബർ 24-ന് അന്നത്തെ റവന്യൂ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ മറവിലായിരുന്നു മുട്ടിൽ സൗത്ത് വില്ലേജിൽ ഈട്ടിമുറി നടന്നത്. അനധികൃത മരമുറിയിൽ സർക്കാരിന് 15 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണ്ടെത്തിയിരുന്നു. മരമുറി വിവാദമായതിനു പിന്നാലെ റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ് സർക്കാർ റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് 2021 ഫെബ്രുവരി 10-ന് KLC പ്രകാരം നടപടികൾ ആരംഭിച്ചെങ്കിലും മരങ്ങൾ മുറിച്ചവരിൽ നിന്ന് ചെറിയ തുക പോലും ഇതുവരെ റവന്യൂ വകുപ്പ് പിഴയായി ഈടാക്കിയിട്ടില്ല. 68 KLC കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല കേസുകളിലും
നടപടികൾ പൂർത്തിയാക്കി 8 കോടിയോളം രൂപ പിഴ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള കേസുകളിൽ പിഴ നിർണയം അനിശ്ചിതമായി നീളുകയാണ്. കേസിൽ ഉൾപ്പെട്ടവർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങിയത് പോലുമില്ല. അനധികൃത മരമുറിക്ക് സാഹചര്യം ഒരുക്കി നൽകിയവരെ പ്രതികളാക്കണമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കേസിൽ 2023 ഡിസംബർ 2 പോലീസ് സമർപ്പിച്ച കുറ്റപത്രം ദുർബലമായെന്നും ചിലർ വിലയിരുത്തുന്നു. ഏകദേശം 50 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ മുഴുവൻ കേസുകളിലും കുറ്റപത്ര സമർപ്പണം നടന്നില്ല. കുറ്റപത്രത്തിലെ ന്യൂനതകൾ വിശദീകരിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ADGPക്ക് കത്തെഴുതിയിരുന്നു. ഇതേ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടന്നെങ്കിലും ആവശ്യമായ നടപടി ഉണ്ടായില്ല. മരമുറിയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ റദ്ദാക്കുന്നതിന് പ്രതികളിൽ ചിലർ കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി ഇതുവരെ തീർപ്പാക്കിയിട്ടുമില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ തുടരുന്ന സമരം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ ശക്തമാക്കും. സമ്മേളനം പുനരാരംഭിക്കുന്ന 3 നിയമസഭാ മാർച്ച് നടത്തുമെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചു. സമരം നടത്തുന്ന ആശാ വർക്കർമാരെ മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ധനവകുപ്പാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞാണ് മന്ത്രി ചർച്ച അവസാനിപ്പിച്ചത്. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 500 രൂപ മുതൽ 1000 രൂപ വരെ വർധനവ് വരുത്താൻ ആരോഗ്യവകുപ്പ് ഡിസംബറിൽ ശുപാർശ നൽകിയ വിവരവും ഇതിനിടെ പുറത്തുവന്നു. ആശാ വർക്കർമാർക്ക് കേരളം 7000 രൂപ ഓണറേറിയം നൽകേണ്ടതുണ്ടെന്നും കേന്ദ്രം സഹായിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് മന്ത്രി KN ബാലഗോപാലിന്റെ നിലപാട്. മാസം 21,000 രൂപ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവുമായി 5 ലക്ഷം രൂപയുമാണ് അവർ ആവശ്യപ്പെടുന്നത്. രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തി സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാൻ KPCC നിർദ്ദേശം നൽകി. ഇന്നലെ ഉദ്യോഗസ്ഥർ ആശാവർക്കർമാരെ ഫോണിൽ വിളിച്ച് ഇന്ന് ജോലിക്ക് ഹാജരാകണമെന്നും അല്ലെങ്കിൽ പറഞ്ഞയക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമരത്തിൽ തീരുമാനമുണ്ടാകട്ടെ എന്ന നിലപാടിലാണ് ആശാവർക്കർമാർ. സമരത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്നും കോൺഗ്രസും CPIയും ആവർത്തിച്ചു. സമരം ഏറ്റെടുക്കുകയാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റെടുക്കലല്ല, എല്ലാവരുടെയും പിന്തുണയാണ് വേണ്ടതെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. സർക്കാരിൽ സഖ്യകക്ഷിയാണെങ്കിലും ആശമാർക്കെതിരായ സമീപനത്തിൽ CPI നേതൃത്വത്തിന് യോജിപ്പില്ലെന്ന് ആനി രാജ പറഞ്ഞു. സമരക്കാർക്കൊപ്പമാണ് CPI എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വ്യക്തമാക്കി. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്ക് മുന്നിലും പ്രതിഷേധം നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി M. ലിജു പറഞ്ഞു. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം അവസാനിപ്പിക്കുമെന്ന് കരുതിയാൽ അതിനെ കോൺഗ്രസ് ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാവർക്കർമാർ നടത്തുന്ന പ്രതിഷേധ വേദിയിലെത്തിയ ശശി തരൂർ MP അവരുടെ ആവശ്യത്തിനൊപ്പമാണെന്നും വ്യക്തമാക്കി. താൻ കേന്ദ്രത്തിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തല്ലെന്നും പ്രതിഷേധക്കാരുടെ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാം തിരിഞ്ഞതല്ല, അതിൽ മാറ്റം വേണം, പുരോഗതി വേണം. അത് ചോദിച്ചാൽ കുറ്റമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ സമരം ചെയ്ത സംഘടനയും സമരം ചെയ്ത സഖാക്കളും ആ സ്ത്രീകളും ആരും LDFനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന കയ്യിൽ വടിയായിട്ട് മാറാൻ പാടില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് LDF വിരോധത്തിൻ്റെ രാഷ്ട്രീയമുള്ള കുറച്ച് ആളുകൾ, പാർട്ടികൾ, അവർക്ക് എവിടെയില്ലാത്തതുപോലെ തന്നെ ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരിക്കുന്നു ഇവിടെ ആശാ വർക്കേഴ്സിനോട്. ബാക്കി എവിടെയും കോൺഗ്രസിനോ BJPക്കോ ഈ സ്നേഹമില്ല. ഇവിടെ മാത്രം സ്നേഹം ഉണ്ടാകും. ആ സ്നേഹത്തിൻ്റെ പുറകിൽ LDF വിരുദ്ധ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ കയ്യിലെ കളിയായിട്ട് മാറാൻ പാടില്ല ഈ സമരക്കാർ. KPCC നേതൃമാറ്റത്തിലും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പ്രതികരണം മയപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ. KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് K. സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. കൊച്ചിയിൽ UDF നേതൃയോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു നേതാക്കളുടെ പ്രതികരണം. KPCC അധ്യക്ഷനെ മാറ്റുന്നതിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നായിരുന്നു സതീശന്റെ വാക്കുകൾ. ചർച്ചയുണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടതാണെന്നും എന്നാൽ താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവർ എടുക്കും. നാളെ ഡൽഹിയിൽ നടക്കുന്ന യോഗം 2026 തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതാണ്.
നാളെ ഡൽഹിയിൽ നടക്കുന്ന യോഗം 2026 തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളുടേതാണ്. കോൺഗ്രസിൽ യാതൊരു തർക്കവുമില്ല. തർക്കമുണ്ടെന്ന് മാധ്യമങ്ങൾ ഓരോ ദിവസവും പറയുന്നു എന്ന് മാത്രമേയുള്ളൂവെന്നും സതീശൻ പറഞ്ഞു. തരൂർ വിഷയത്തിലും കാര്യമായ പ്രതികരണത്തിന് സതീശൻ തയ്യാറായില്ല. ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്തില്ലല്ലോ എന്നും സതീശൻ ചോദിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായത് LDF-നാണെന്നും UDF-ന് 9 സീറ്റ് ഉണ്ടായിരുന്നത് 13 ആയെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ്, കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കമില്ല, ഒരു തർക്കമില്ല. ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അല്ല, അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ, അതിനെന്താണ്? അദ്ദേഹം ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അപ്പം ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയോ ഒന്നുമില്ല. അതിന്റെ ബെസ്റ്റ് നല്ല ചോദ്യം. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല. ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് ഇത് UDF മുഴുവൻ ദിവസം യോഗം ചേരുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KPCCയുടെ യോഗം ചേർന്നു. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിലേക്ക് കയറണം എന്തിനാ? അത് ഞങ്ങളുടെ അജണ്ട. അത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്, തീരദേശ പദയാത്രയുടെ കാര്യം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ നിങ്ങളോട് എല്ലാവരും. അങ്ങനെ തിരിച്ചടി UDF-ന് എന്താണ്? UDF-ന്റെ ഏതെങ്കിലും സീറ്റ് കുറഞ്ഞു, ഞങ്ങളുടെ എണ്ണം കൂടി. തിരിച്ചടി എന്തായത് ആർക്കാ? LDF-നാണ് തിരിച്ചടി ഉണ്ടായത്. LDF-ന് ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്നാണ്, 9 ഉണ്ടായിരുന്നാണ് 13 ആയത്. ഒന്ന് സ്വതന്ത്ര 9 ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് 13 ആയി. 20 ഉണ്ടായിരുന്നത് 16 ആയി CPM-ന്. അപ്പൊ ആർക്കാ? എന്നിട്ട് തിരിച്ചടി ആർക്കാ? അല്ല, എനിക്ക് മനസ്സിലായല്ല. തിരുവനന്തപുരത്തെ കാര്യം വിട്. തിരിച്ചടി ആർക്കാ തിരിച്ചടി? 9 ഉണ്ടായിരുന്നത് 13 ആയ ഞങ്ങൾക്കാണ് തിരിച്ചടി. 20 ഉണ്ടായിരുന്നത് 16 ആയ LDF-നാണ് തിരിച്ചടി. ഇത് എന്ത് കണക്കാണിത്? സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പ്രസ്താവന പിന്നോക്കം പോയിട്ടില്ല. താങ്കൾ കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞു ഇടയ്ക്ക് വെച്ച്. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതൊന്ന് രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എൻ്റെ നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ UDF-നെതിരായിട്ടോ അല്ലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ ഒരു വാർത്ത കിട്ടൂല. സുധാകരൻ വിഷയത്തിൽ കോൺഗ്രസിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നതായി തനിക്ക് അറിയില്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ശശി തരൂറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. തരൂരിന് അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയില്ല. പാർട്ടിക്ക് എതിരായി അദ്ദേഹം സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും. KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണെന്നും ചെന്നിത്തല പറഞ്ഞു. മുന്നണിയിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചകളും ഉണ്ടായേക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതുവരെ ഔദ്യോഗികമായ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. എന്നോടാരും സംസാരിച്ചിട്ടില്ല. നാളത്തെ യോഗം വിളിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന ഒരു പതിവ് AICC-ക്കുണ്ട്. ഇന്നിപ്പോൾ ആസാമിലെ വിളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കളെ വിളിച്ചൊരു ചർച്ച എപ്പോഴും ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കേരള നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. അതിൽ ഇത് ചർച്ച ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടോ? കോൺഗ്രസിനകത്ത് അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞാൻ കാണുന്നില്ല. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തൊക്കെ പറയുമായിരിക്കും. അതൊക്കെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനമാണ് അന്തിമം. അല്ല, അതൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ KPCC പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. തൽസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിൽ അന്തിമ തീരുമാനം
പാർട്ടിക്കുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു അതെല്ലാം തീരുമാനിക്കുന്നതും വിലയിരുത്തുന്നതും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതും ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും. ശശി തരൂരിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് പ്രശ്നമാണ്? അല്ല, അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അത് അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങളത് മുഴുവൻ വായിക്കാത്തതുകൊണ്ടാണെന്ന്. അല്ല, ഇന്നലെ മുഴുവൻ ഇന്റർവ്യൂവിന്റെ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം അങ്ങനെ ആരെയും വിമർശിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ്. ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹമായിട്ട് അങ്ങനൊരു പാർട്ടിക്കെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരിക്കലും കരുതുന്നില്ല. അതൊന്നും ഞാൻ മറുപടി പറയാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ നിരത്തുന്ന കാരണങ്ങൾ കേട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് പോലീസ്. സ്വയം കൽപ്പിച്ചെടുത്ത 100 കാരണങ്ങളാണ് ഉറ്റവരെയൊന്നാകെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ അഫ്വാനെ പ്രേരിപ്പിച്ചത്. ക്യാൻസർ ബാധിതയായ ഉമ്മയ്ക്കും അനുജനും താനില്ലാതെ ജീവിക്കാനാകില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അഫ്വാൻ മൊഴി നൽകി. ദിവസങ്ങൾക്ക് മുൻപ് പണം ചോദിച്ചിട്ട് തരാത്തതും ഉമ്മയോടുള്ള ദേഷ്യത്തിന് ആക്കം കൂട്ടി. വെല്ലുമ്മയോട് സ്വർണം പണയം വെക്കാൻ ചോദിച്ചിട്ട് തരാത്തതായിരുന്നു ആ വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്താൻ കൊച്ചുമകനെ പ്രേരിപ്പിച്ചത്. ഫർസാനയെ തന്റെ മരണശേഷം എല്ലാവരും കുറ്റപ്പെടുത്തുകയും തനിച്ചാക്കുകയും ചെയ്യുമെന്ന ഭയമായിരുന്നു സ്നേഹിച്ച പെൺകുട്ടിയുടെ തലയൊട്ടി അടിച്ചു തകർക്കാൻ കാരണമെന്ന് അഫ്വാൻ പോലീസിനോട് പറഞ്ഞു. ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉപ്പയുടെ ചേട്ടൻ ലത്തീഫ് വീട്ടിൽ വന്നതും പലതും പറഞ്ഞ് പരിഹസിച്ചതും ദേഷ്യം വർദ്ധിപ്പിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ലത്തീഫ് ചോദിച്ചു. വിവാഹത്തെ ലത്തീഫ് എതിർത്തു. വിവാഹം കഴിഞ്ഞാൽ ഫർസാനയെ ആര് നോക്കുമെന്നും ലത്തീഫ് അഫ്വാനോട് ചോദിച്ചു. വിവാഹത്തിനു ശേഷം തന്നെയും ഫർസാനെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ഉപ്പയുടെ സ്ഥാനത്തു നിന്ന് ലത്തീഫല്ലേ എന്നതായിരുന്നു അഫ്വാന്റെ സംശയം. ആ ഉത്തരവാദിത്തം ലത്തീഫ് ഏറ്റെടുക്കാൻ തയ്യാറാക്കാത്തതാണ് കൊലപ്പെടുത്താൻ കാരണമെന്ന് അഫ്വാൻ പോലീസിനെ അറിയിച്ചു. അഫ്വാന്റെ ഉമ്മ ഷെമിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം അഫ്വാന്റെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിച്ച ശേഷം മാത്രമേ ഡിസ്ചാർജ് ഉണ്ടാവുകയുള്ളൂ. എലിവിഷം കഴിച്ചെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡിലാണ് തീരുമാനം. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ അഫ്വാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ലായിരുന്നു. വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായി 2 തവണ പരിശോധന നടത്തി. രണ്ടാമത്തെ പരിശോധനയിൽ നേരിയ തോതിൽ വിഷാംശം കണ്ടെത്തി. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇയാളുടെ കാൽപാദത്തിൽ കണ്ട രക്തക്കറയുടെ സാമ്പിളും എടുത്തിട്ടുണ്ട്. 1 മാസമായി താൻ മദ്യപിക്കാറുണ്ടെന്നും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്നുമാണ് പ്രതി നേരത്തെ നൽകിയ മൊഴി. നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം നേടാനുള്ള താൽപര്യം യുക്രൈൻ മറക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച US സന്ദർശിക്കാനിരിക്കെയാണ് നിലപാട് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും അതിനാൽ നാറ്റോ അംഗത്വം യുക്രൈൻ മറക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എത്രയും വേഗം നേരിട്ട് സംസാരിക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ആവശ്യപ്പെടുമെന്ന് വിശദീകരിക്കുവാൻ ട്രംപ് തയ്യാറായില്ല. അതേസമയം സമാധാന ഉടമ്പടിക്ക് ശക്തമായ സുരക്ഷാ പിന്തുണ ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ സെലൻസ്കിക്ക് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്നും സെലൻസ്കി ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പ്രാധാന്യമുള്ള കാര്യമല്ലെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാനുള്ള അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കത്തിൽ പ്രതിഷേധം പരസ്യമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതിനിടെ ഡോസിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളെ പിന്താങ്ങിയ മസ്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ US പാപ്പരാകുമെന്നും പറഞ്ഞു. ഒരു രാജ്യമെന്ന നിലയിൽ US-ന് $2 ട്രില്യൺ കമ്മി നിലനിർത്തുവാൻ കഴിയില്ല. $1 ട്രില്യൺ കമ്മി ഈ സാമ്പത്തിക വർഷത്തോടെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം $4 ബില്യൺ ലാഭിക്കണം. നമുക്കത് ചെയ്യുവാൻ കഴിയുമെന്നും നമ്മളത് ചെയ്യുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. തെലങ്കാനയിലെ നാഗർകുർണൂലിൽ മണ്ണിടിഞ്ഞ് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 6ാം ദിവസത്തിലേക്ക്. തൊഴിലാളികളുടെ അടുത്തെത്തുന്നതിന് തടസ്സമായുള്ള ടണൽ ബോറിംഗ് മെഷീനും മറ്റ് അവശിഷ്ടങ്ങളും നീക്കാനുള്ള നടപടി തുടങ്ങി. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ മറൈൻ കമാൻഡോ ഫോഴ്സ്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നിവയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമെന്ന് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി അറിയിച്ചു. 8 പേരാണ് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ ഏതു ഭാഗത്താണ് ഉള്ളതെന്ന് കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടുമെന്നും കലക്ടർ ബി സന്തോഷ് അറിയിച്ചു. മണ്ണിന്റെ സ്ഥിരത, മറ്റു പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ദേശീയ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപദേശം തേടി.
കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയത്തിന് ശ്രമിച്ചുവെങ്കിലും പ്രതികരണമുണ്ടായില്ലെന്നും കലക്ടർ വ്യക്തമാക്കി. കുടുങ്ങിക്കിടക്കുന്നവരുടെ 500 മീറ്റർ അടുത്തുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താനായെങ്കിലും ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിനാൽ മുന്നോട്ട് നീങ്ങാനായില്ല. സൈന്യം, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവയ്ക്കൊപ്പം വിവിധ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. നാഗർ കർണൂലിൽ ശ്രീശൈലം ഇടതുകര കനാൽ പദ്ധതിയുടെ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുരങ്കമുഖത്തിന് ഏകദേശം 14 കിലോമീറ്റർ ഉള്ളിൽ 8 തൊഴിലാളികൾ കുടുങ്ങിയത്. 25 അടി കനത്തിൽ തുരങ്കത്തിൽ ചേറു നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത്. ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണിതെന്ന് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി പറഞ്ഞു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അപകട സ്ഥലത്തെത്തിയിട്ടുണ്ട്. CPM പ്രവർത്തകർക്കെതിരെ ഭീഷണി പ്രസംഗവുമായി PV അൻവർ. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ വന്നാൽ വീട്ടിൽ കയറി അടിച്ച് തലപൊട്ടിക്കുമെന്നാണ് PV അൻവറിന്റെ പരാമർശം. ഇത് ചെറിയൊരു സൂചന മാത്രമാണെന്നും അൻവർ ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു. ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല. മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനം. മദ്യവും മയക്കുമരുന്നും നൽകി പ്രവർത്തകരെ തന്റെയും UDF പ്രവർത്തകരുടെയും നേരെ ഇറക്കിവിട്ടാൽ വീട്ടിൽ കയറി ആക്രമിക്കും. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നും അൻവർ പറഞ്ഞു. ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തെ CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായി അൻവർ ആരോപിച്ചു. കുടുംബമടക്കം തീർത്തുകളയുമെന്ന വോയിസ് സന്ദേശത്തിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് ആരോപണം. CPM ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നും അൻവർ പറഞ്ഞു. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന, അഭ്യർത്ഥന പറയാൻ. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ, നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ, മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം, തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. തനിക്ക് നേരെ ഒട്ടേറെ വധഭീഷണികളുണ്ടെന്ന് ഡോജ് തലവനും ലോക കോടീശ്വരനുമായ ഇലോൺ മസ്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വധഭീഷണികളെ പറ്റി മസ്ക് വെളിപ്പെടുത്തിയത്. ഡോജിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോജിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളെ പിന്താങ്ങിയ മസ്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ US പാപ്പരാകുമെന്നും പറഞ്ഞു. ഒരു രാജ്യം എന്ന നിലയിൽ US-ന് $2 ട്രില്യൺ കമ്മി നിലനിർത്താൻ കഴിയില്ല. $1 ട്രില്യൺ കമ്മി ഈ സാമ്പത്തിക വർഷത്തോടെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം $4 ബില്യൺ ലഭിക്കണം. നമുക്കത് ചെയ്യാൻ കഴിയുമെന്നും നമ്മളത് ചെയ്യുമെന്നും മസ്ക് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച എന്ത് ജോലിയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ഫെഡറൽ ജീവനക്കാർക്ക് മസ്ക് ഇമെയിൽ സന്ദേശം അയച്ചത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെച്ചു. ഡോജിന്റെ ചെലവ് ചുരുക്കലിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മസ്ക് സമ്മതിച്ചു. എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കിയത് അതിനുദാഹരണമാണ്. എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ പുനരാരംഭിച്ചതായും മസ്ക് പറഞ്ഞു.